പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വേണുവും രേവതിയും അനാമികയും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ആ വീഡിയോ മുത്തശ്ശനെ കാണിക്കും, അന്നേരം മുത്തശ്ശൻ അനിയെ ഫയർ ചെയ്യും, ആകെ പ്രശ്നമാകും എന്നൊക്കെ ഓർത്ത് സന്തോഷത്തിൽ നിൽക്കുവാണ്. എന്നിട്ട് വേണു പറയുന്നുണ്ട്, ഓണം ആഘോഷിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കിളവനും കിളവിയും, ഏതായാലും ഈ സംഭവത്തോടുകൂടി ആ സന്തോഷം അങ്ങ് പോയി കിട്ടും എന്ന് പറഞ്ഞ് മൂന്നെണ്ണം ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നു. ഈ സമയം മുത്തശ്ശൻ അനന്തപുരിയിൽ എല്ലാവരെയും ചോദ്യം ചെയ്യുവാണ്. അജയനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഒരു അച്ഛനാണ്, നിൻ്റെ മകൻ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ നീ ഒരു മുത്തശ്ശനാകും, എന്നിട്ടും നിൻ്റെ മകൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നീ അവനെ ചോദ്യം ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് വരുന്ന അനിയുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് മുത്തശ്ശൻ ചോദിക്കുവാണ്, അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടിയത്, നീ എന്നുകൊണ്ടാണ് ഇത്ര വഷളായത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ നന്മയുടെ നിറകുടമായ നയനയൊക്കെ ഇങ്ങനെ കണ്ണും വീഴ്ച നിൽപ്പണ്ടേ. അത് കഴിഞ്ഞ് അനി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അന്നേരം ദേവേനെ ആശ്വസിപ്പിക്കാൻ ചെന്നിട്ട് പറയുന്നുണ്ട്, മോനെ നീ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ അനാമിക ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന നന്ദൂനിയല്ലേ, ആ ബന്ധം നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ കൈയൊക്കെ വിടിയിച്ച് നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന അനിയാണ് കാണിക്കുന്നത്. ഈ മുത്തശ്ശൻ അനിയെ ചോദ്യം ചെയ്തു, അത് നന്ദൂനി ഒന്ന് കെട്ടിപ്പിടിച്ചതിൻ്റെ പേരിൽ. അതിനേക്കാൾ വലിയൊരു തെറ്റ് ചെയ്ത് ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെയും അമ്മയും ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിച്ചു. എന്നിട്ടിത് പുറത്തായപ്പം അത് ആ കുടുംബത്തിൽ തന്നെ മൂത്ത ആളുടെ തലയിൽ ആക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. ഈ മാതിരി എല്ലാ തരികിടയും കാണിച്ച അഭി അപ്പുറത്ത് നിൽപ്പണ്ടേ, അവനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നിട്ടാണ് മുത്തശ്ശൻ അജയനെ കുറ്റം പറയുന്നത്.